ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശിവഗിരിനാഥൻ കുടുംബത്തിലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ തൃപ്പാദ സ്പർശനത്താൽ ധന്യമായ ചങ്ങനാശ്ശേരി ആനന്ദ ആശ്രമം, കടപ്പാട് PS സോമനാഥൻ. നമുക്കിവിടെ ഇരുന്നിട്ട് ആലുവായിൽ എന്ന പോലെ നല്ല ആനന്ദം അനുഭവപ്പെടുന്നു. അതുകൊണ്ടിവിടം ആനന്ദാശ്രമം എന്നറിയപ്പെടട്ടെ. കേരളത്തിലെ അധസ്ഥിത പിന്നോക്ക ജനതയുടെ വിമോചന സമര ചരിത്രത്തിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടേണ്ടതും എന്നാൽ ചരിത്രത്തിന്റെ ഏടുകളിൽ എവിടെയോ വിസ്മരിക്കപ്പെട്ടു പോയതുമായ ചങ്ങനാശ്ശേരി ആനന്ദ ആശ്രമത്തെക്കുറിച്ച് ഒരിക്കൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അരുളിയ വാക്കുകളാണിത്. ചരിത്രത്തിലെ ആ പഴയ താളുകൾക്ക് ഇന്നൊരു വീണ്ടെടുക്കൽ അനിവാര്യമാവുകയാണ്. ശ്രീനാരായണ ഗുരുദേവനാൽ നാമകരണം ചെയ്യപ്പെട്ടതും രാഷ്ട്രപിതാവിനാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതുമായ ഒരിടം, സാമൂഹ്യ നവോത്ഥാനവും ആധ്യാത്മീയതയും ചരിത്രവും ഒത്തുചേരുന്ന ത്രിവേണി സംഗമം. അങ്ങനെയുള്ള ആനന്ദാശ്രമം അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ഭാവി തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഇതിലൂടെ ചരിത്ര അന്വേഷികൾ ഏറ്റെടുത്തിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശത്താൽ പുണ്യഭൂമിയായ ആശ്രമവാടിയിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന അരയാൽ തണലിൽ ഇരുന്ന് പരിസരമാകെയൊന്ന് കണ്ണോടിച്ചാൽ ചരിത്രത്തിൽ വിസ്മരിക്കപ്പെട്ട ആ പഴയ താളുകൾ ഇളം കാറ്റിൽ ആടിയുലഞ്ഞ് നമ്മുടെ മനോമുകുരങ്ങളിലേക്ക് പറന്നെത്തുന്നത് കാണാം. ശ്രീനാരായണ ഗുരുദേവന്റെ വിശ്വമാനവ സാഹോദര്യ മന്ത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ചങ്ങനാശ്ശേരി കേന്ദ്രമായി രൂപീകരിച്ച സദാചാര പ്രകാശിനി സഭയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ സ്വാമി സത്യവ്രതനെ ഗുരുദേവൻ നിയോഗിച്ചതു മുതലുള്ള കുറെ ചരിത്ര സത്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. ഗുരുനിയോഗം സസന്തോഷം ഏറ്റെടുത്ത് ചങ്ങനാശ്ശേരിയിലെത്തിയ പ്രിയ ശിഷ്യൻ കയ്യും മെയ്യും മറന്ന് കർമ്മനിരതനായി. വെയിലും മഴയും ഒന്നും ഗുരുനിയോഗത്തിന് മുമ്പിൽ ആ യുവയോഗിക്ക് പ്രശ്നമായിരുന്നില്ല. ഒരാശ്രമം സ്ഥാപിച്ച് പ്രവർത്തന മേഖല വിപുലീകരിക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലായിരുന്നു അദ്ദേഹം. മാമ്പുഴക്കരയിലെ അയ്യപ്പൻ പിള്ള എന്ന പഴയ നായർ പ്രമാണിക്ക് ഒരു കാലത്തുണ്ടായിരുന്ന ജാത്യാഭിമാനവും പിന്നീട് ഗുരുദേവ ശിഷ്യനായി സന്യാസം സ്വീകരിച്ച ശേഷമുണ്ടായ മനപരിവർത്തനവും അഭ്രപാളിലെന്ന പോലെ മിന്നി മറയുന്നതാണ് സത്യവ്രതനിലെ കർമ്മകുശലത. 1923 ഗുരുദേവൻ ശിഷ്യന്റെ ക്ഷേമാന്വേഷണങ്ങളും ആശ്രമ നിർമ്മാണവും ഒക്കെ നേരിട്ട് കാണാൻ ചങ്ങനാശ്ശേരിയിലെത്തി. അന്ന് പണി പുരോഗമിച്ചുകൊണ്ടിരുന്ന ആശ്രമമുറ്റത്ത് വിശ്രമിക്കുമ്പോഴാണ് മനസ്സിന് വലിയ ആനന്ദമുളവാക്കിയ സ്ഥലത്തെ ആനന്ദാശ്രമം എന്ന് തൃപ്പാദങ്ങൾ പേര് ചൊല്ലി വിളിച്ചത്. അടുത്ത ദിവസം സംതൃപ്തനായ ഗുരു മടങ്ങിപ്പോകുമ്പോൾ ശിഷ്യൻ വർദ്ധിത വീര്യത്തോടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയായിരുന്നു. പക്ഷേ 1926 ചിങ്ങമാസം 17 ജ്വരം ബാധിച്ച് സ്വാമി സത്യവ്രതൻ സമാധിയായതോടെ ആശ്രമ നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങി. പിന്നീട് സദാചാര പ്രകാശിനി സഭയുടെ ആവശ്യപ്രകാരം ദൗത്യ പൂർത്തീകരണത്തിന് നിയുക്തനായത് സ്വാമി ശ്രീനാരായണ തീർത്ഥരാണ്. തന്റെ മുൻഗാമിക്ക് യഥോചിതം ഒരു സമാധി മണ്ഡപം ഒരുക്കിയ ശേഷം നിറഞ്ഞ ഗുരുത്വത്തോടെ തന്നിൽ അർപ്പിതമായ ആശ്രമത്തിന്റെ ജോലികളിൽ അദ്ദേഹം വ്യാപൃതനായി. ആശ്രമ അന്തരീക്ഷത്തിൽ ശ്രീനാരായണ ഗുരുദേവന് വിശ്രമിക്കാൻ പ്രത്യേകമായൊരു മുറിയുടെ നിർമ്മാണവും തുടങ്ങി. ഗുരു ഇവിടെ വരുമെന്നോ താമസിക്കുമെന്നോ യാതൊരുവിധ അറിയിപ്പും ഉണ്ടായിരുന്നിട്ടല്ല. എങ്കിലും ശിഷ്യൻ അങ്ങനെയൊരു ആഗ്രഹവും ഉണ്ടായിരുന്നു. ഒരിക്കൽ തന്നെ കാണാൻ ഗുരു വരും. മുൻപ് ഗുരു വന്നപ്പോൾ രാജപ്പൻ എന്നയാളുടെ വീട്ടിലാണ് വിശ്രമിച്ചത്. ഇനി വരുമ്പോൾ ആശ്രമത്തിൽ അതിനുള്ള സൗകര്യം ഒരുക്കണം. അതായിരുന്നു തീർത്ഥർ സ്വാമിയുടെ ആഗ്രഹം. അങ്ങനെ ആശ്രമത്തിനൊപ്പം ഗുരുവിന് വേണ്ടിയുള്ള വിശ്രമമുറിയുടെ നിർമ്മാണവും പുരോഗമിച്ചു. അതിനിടെ മറ്റൊരു ചരിത്ര നിയോഗവുമായി TK മാധവനെ ശ്രീനാരായണ ഗുരുദേവൻ ചങ്ങനാശ്ശേരിയിലേക്ക് അയച്ചു. SNDP യോഗത്തിന്റെ സംഘടനാ സെക്രട്ടറി എന്ന നിലയിൽ സംഘടനയിലേക്ക് കൂടുതൽ അംഗങ്ങളെ ചേർക്കാനുള്ള ദൗത്യമായിരുന്നു മാധവനുണ്ടായിരുന്നത്. ചങ്ങനാശ്ശേരി കുട്ടനാട് മേഖലയിൽ അതിനോടകം ശ്രീനാരായണ തീർത്ഥർ സ്വാമി രൂപം നൽകിയിരുന്ന ഈഴവ മഹാജന സംഘങ്ങളെ ഗുരുദേവ കൽപ്പന പ്രകാരം മാധവൻ SNDP യോഗത്തിൽ ലയിപ്പിച്ചു. അതുൾപ്പെടെ മധ്യ തിരുവിതാംകൂറിൽ രൂപീകരിച്ച ആദ്യത്തെ 108 ശാഖകൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതിന് ശ്രീനാരായണ ഗുരുദേവൻ
1928 കോട്ടയം നാഗമ്പടം മഹാദേവ ക്ഷേത്ര സന്നിധിയിലെത്തി. ശാഖകളുടെ രൂപീകരണവും രജിസ്ട്രേഷനും കഴിഞ്ഞപ്പോൾ ചങ്ങനാശ്ശേരി കേന്ദ്രീകരിച്ച് ഒരു തർക്കം ഉരുത്തിരിഞ്ഞു. അതൊരു അവകാശ തർക്കമായിരുന്നു. ടി.കെ. മാധവനും ശ്രീനാരായണ തീർത്ഥർ സ്വാമിയും ചേർന്ന് എത്ര പരിശ്രമിച്ചിട്ടും ആ തർക്കം പരിഹരിക്കാനായില്ല. അത് മറ്റൊന്നുമായിരുന്നില്ല. കുട്ടനാട് മേഖലയിൽ തുടങ്ങിയ സംഘടനാ വിപുലീകരണത്തിന്റെ ഭാഗമായി ശാഖകൾക്ക് നമ്പർ ഇട്ട് നൽകിയപ്പോൾ 1-ാം നമ്പർ നീലം പേരൂരിന് നൽകി, 2-ാം നമ്പരായി ചെറുകരയും. അങ്ങനെ 108 അംഗശാഖകൾ ഉണ്ടായപ്പോഴും എല്ലാത്തിനും മുമ്പേ SNDP യോഗവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ സന്നദ്ധരായ ചങ്ങനാശ്ശേരിയിലെ സദാചാര പ്രകാശിനി സഭയ്ക്ക് അംഗത്വ സംഖ്യ കിട്ടിയില്ല. അതേ ചൊല്ലിയുള്ള തർക്കം മൂർച്ഛിച്ച് ചങ്ങനാശ്ശേരിക്കാർ പിണങ്ങി പിന്മാറുമെന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് പ്രശ്നപരിഹാരത്തിന് ഗുരുദേവൻ അവിടെ നേരിട്ടെത്തിയത്. നീലം പേരൂരിനും ആനന്ദാശ്രമത്തിനും സ്വീകാര്യമായ രീതിയിൽ 1-ാം നമ്പരും 1A-യുമായി 2 ശാഖകളെയും അഗ്രേസരന്മാരാക്കി പ്രശ്നപരിഹാരവും ഉണ്ടാക്കി. അങ്ങനെ ആനന്ദാശ്രമത്തിലെ ഗുരുവിന്റെ 2-ാം വരവോടെ തീർത്ഥർ സ്വാമിയുടെ ആഗ്രഹം നിറവേറ്റി വിശ്രമിക്കാൻ ഒരു മുറി നിർമ്മിച്ച് കാത്തിരുന്ന ശിഷ്യന് മുമ്പിൽ ഗുരുവിന്റെ യാദൃശ്ചികമായ ആഗമനം. 1933-34 ആയപ്പോഴേക്കും ആശ്രമ നിർമ്മാണവും പൂർത്തിയായി. ആ വർഷം ഹരിജനോദ്ധാരണത്തിന് ഫണ്ട് ശേഖരണ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധിയുടെ 4-ാം കേരള സന്ദർശനം ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യം മുതലെടുത്ത് ടി.കെ. മാധവന്റെ നേതൃത്വത്തിൽ SNDP യോഗം നേതാക്കൾ നടത്തിയ ഇടപെടൽ വിജയിച്ചു. 1934 ജനുവരി 19, 1109 മകരം 6 ആനന്ദാശ്രമം മഹാത്മാഗാന്ധി ഉദ്ഘാടനം ചെയ്തു. അക്കാലത്ത് മധ്യ തിരുവിതാംകൂറിൽ അതൊരു മഹാസംഭവമായിരുന്നു. ഇതോടെ ദേശീയ ശ്രദ്ധ ആകർഷിച്ചെങ്കിലും എന്തുകൊണ്ടോ ആനന്ദാശ്രമത്തിന്റെ പ്രാധാന്യം ചരിത്രത്തിൽ വലിയ പ്രാധാന്യം നേടിയില്ല. എങ്കിലും SNDP യോഗത്തെ സംബന്ധിച്ച് പല സുപ്രധാന തീരുമാനങ്ങൾക്കും പിന്നീട് വേദിയായത് ഇവിടമാണെന്നതും ഏറെ ശ്രദ്ധേയമാണ്. യോഗത്തിന്റെ ആദ്യ യൂണിയൻ രൂപീകൃതമായതും നിവർത്തന പ്രക്ഷോഭത്തിനുള്ള നിശ്ചയം പാസാക്കിയതും ആർ ശങ്കര യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാക്കാൻ തീരുമാനിച്ചതും ആനന്ദാശ്രമത്തിൽ വെച്ചായിരുന്നു. ഹിന്ദു മഹാമണ്ഡലം രൂപീകരണം, വൈക്കം സത്യാഗ്രഹം തുടങ്ങി ചരിത്ര പ്രസിദ്ധമായ നിരവധി സംഭവങ്ങൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ആനന്ദാശ്രമവുമായി നാഭിനാള ബന്ധമുണ്ട്. ബോധാനന്ദ സ്വാമി, മഹാകവി കുമാരനാശാൻ, സഹോദരൻ അയ്യപ്പൻ, മന്നത്ത് പത്മനാഭൻ, CV കുഞ്ഞിരാമൻ തുടങ്ങി ഒട്ടേറെ മഹാരഥന്മാരുടെ സാമീപ്യം ഈ പുണ്യഭൂമിയെ ധന്യമാക്കിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവന്റെ സന്യാസ ശിഷ്യ പ്രധാനിയായിരുന്ന ബോധാനന്ദ സ്വാമി സ്ഥാപിച്ച കൊച്ചിൻ നാഷണൽ ബാങ്കിന്റെ ചുവട് പിടിച്ച് ശ്രീനാരായണ തീർത്ഥർ സ്വാമി തിരുവിതാംകൂർ ഈഴവ ബാങ്കിന് രൂപം നൽകിയതും ആശ്രമത്തിൽ വെച്ചായിരുന്നു. അങ്ങനെ ചരിത്രത്തിന്റെ ഏടുകൾ പരതും തോറും ക്ലാവ് പിടിച്ച പിച്ചളപാത്രം ഉമിയിട്ട് തേച്ച പോലെ തെളിഞ്ഞു വരുന്നതാണ് ആനന്ദാശ്രമത്തിന്റെ തിരസ്കൃത സത്യം. ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശമേറ്റ് പുണ്യഭൂമിയായ ഇവിടം ഗുരുദേവ് ഭക്തരെ സംബന്ധിച്ച് ശിവഗിരിയും ആലുവായും എന്ന പോലെ പവിത്രമാണ്. 1928 ഗുരുദേവൻ ആശ്രമത്തിൽ വന്നപ്പോൾ ഉപയോഗിച്ച ശയ്യോപകരണങ്ങൾ, തഴപ്പായ, തലയിണ എന്നിവ ഒരു നിധി പോലെ ഇവിടെ ചില്ലുകൂട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അന്ന് തൃപ്പാദങ്ങൾ വിശ്രമിച്ച മുറി ഇന്ന് പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠയുള്ള ശ്രീകോവിലാണ്. ഗുരുവിന്റെ സന്ദർശന വേളയിൽ ഇഷ്ടഭക്ഷണമായി നൽകിയിരുന്ന പൊടിയരിക്കഞ്ഞിയും കനലിൽ ചുട്ട പപ്പടവുമാണ് ക്ഷേത്രത്തിലെ പ്രസാദം. ശ്രീകോവിലിന് പിന്നിലായി സത്യവ്രത സ്വാമി, മാമ്പലം വിദ്യാനന്ദ സ്വാമി എന്നിവരുടെ സമാധി മണ്ഡപങ്ങളും ശ്രീനാരായണ തീർത്ഥർ സ്വാമി സ്മൃതി മണ്ഡപവും ഇവിടെയുണ്ട്. SNDP യോഗത്തിന്റെ ഉടമസ്ഥതയിൽ ഒരു എയ്ഡഡ് UP സ്കൂളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധിയുടെ സുന്ദര സ്മരണയ്ക്ക് ഒരു മണ്ഡപം നിർമ്മിക്കണമെന്നും സംഘാടകർക്ക് ആഗ്രഹമുണ്ട്. ആനന്ദാശ്രമം അതിന്റെ സമ്പൂർണ്ണ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രവും അതോടൊപ്പം ചരിത്ര അന്വേഷികൾക്ക് വേണ്ടി ഒരു മ്യൂസിയവുമാക്കുക എന്നതാണ് ചങ്ങനാശ്ശേരിയിലെ ഗുരുഭക്തരുടെ അഭിലാഷം. അതിനു മുന്നോടിയായുള്ള ആനന്ദാശ്രമ തീർത്ഥാടനം ജനുവരി അവസാനം എല്ലാ വർഷവും നടത്തിവരുന്നു. കടപ്പാട് കേരള കൗമുദി ന്യൂസ് പേപ്പർ. സമാഹരണം SNG ന്യൂസ് ടീം. നന്ദി, നമസ്തേ.